നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. സ്പീഡ് ടെസ്റ്റാണ് മെയിനായിട്ട് നോക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഓപ്പോയും ലെനോവയുമാണ് നമ്മളിന്ന് സ്പീഡ് ടെസ്റ്റ് നോക്കുന്നത്. ഓപ്പോൻ്റെ CPH എന്ന് പറഞ്ഞൊരു മോഡലും അതേപോലെ തന്നെ ലെനോവ a6000 എന്ന് പറഞ്ഞൊരു മോഡലുമാണ്. അപ്പോൾ ഓപ്പോയ്ക്ക് 3 GB റാമും അതേപോലെ തന്നെ ലെനോവയ്ക്ക് 2 GB റാമുമാണ് ഉള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് അങ്ങ് എടുക്കാൻ പോവാണ്. ഗൈസ് ഇതിൽ നമ്മുടെ ഓപ്പോയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗൂഗിൾ എടുത്ത് നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓപ്പോ തന്നെയാണ് പിന്നെയും ജയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ട്രൂ കോളർ എടുത്ത് നോക്കാം ഗൈസ്. ട്രൂ കോളറിലും നമ്മുടെ ഓപ്പോ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലേ സ്റ്റോർ നോക്കാം ഗൈസ്. ഓ ഗൈസ് ഓപ്പോ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സാൻഡർ നോക്കാം. ഇതിലും നമ്മുടെ ഓപ്പോ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ജിയോയുടെ ആപ്പ് നോക്കാം. ഇതിലും ഓപ്പോ തന്നെയാണ് ഗൈസ്. ഇനി നമുക്ക് ഫേസ്ബുക്ക് നോക്കാം ഗൈസ്. ഫേസ്ബുക്കിലും നമ്മുടെ ഓപ്പോ തന്നെയാണ്. ഇനി സെറ്റിംഗ് ഒന്ന് നോക്കാം. ഇതിലും നമ്മുടെ ഓപ്പോ തന്നെയാണ്. ഇനി ക്യാമറ നോക്കാം. ക്യാമറയിലും നമ്മുടെ ഓപ്പോ തന്നെയാണ്. ഇനി നമുക്ക് മെസ്സേജസ് നോക്കാം. അപ്പോൾ ഇതിലും നമ്മുടെ ഓപ്പോ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇതിലും നമ്മുടെ ഓപ്പോ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് നോക്കി നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ റാം കുറഞ്ഞ ഫോൺ എടുക്കാണ്ടിരിക്കുക. റാം കൂടിയ ഫോൺ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ലെനോവയിലാണെങ്കിൽ 32 GB ആണ് ഇൻറ്റേർണലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പോന് വെറും 16 GB ആണ് ഗൈസ് ഇൻറ്റേർണലായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് ഞാൻ ലെനോവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര യൂസ് ഉണ്ടാവും, ഹെവി യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പെർഫോമൻസ് ആയിട്ട് കുറഞ്ഞായിട്ട് തോന്നുന്നത്. പിന്നെ എന്ന് പറയുന്നത് പോരായ്മ 2 GB റാമുള്ളൂ നമ്മുടെ ലെനോവയ്ക്ക്, പക്ഷേ 3 GB റാം ഉണ്ട് നമ്മുടെ ഓപ്പോയ്ക്ക്. പിന്നെ എന്ന് പറയുന്നത് ഒക്ടാകോർ പ്രോസസ്സറാണ് ലെനോവ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലം ഉണ്ടാവും ഗൈസ് ഞാൻ എടുത്തിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ലെനോവയ്ക്ക് എന്ന് പറയുന്നത് വെറും 2 GB റാമുള്ളൂ. ഇതിന് 3 GB ഉണ്ട്. പിന്നെ പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. സോറി ഗൈസ്, അയ്യോ എനിക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ടോ. നമ്മുടെ ലെനോവയ്ക്കും വെറും 16 GB തന്നെയേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇൻറ്റേർണലായിട്ട്. അപ്പോൾ രണ്ടിന് ഇൻറ്റേർണൽ സെയിമാണ്. നമ്മുടെ റാം നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഫോൺ എടുക്കുക. നിങ്ങളിപ്പോൾ അധികം പെർഫോമൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റാം നോക്കിയിട്ട് ഫോണൊന്നും എടുക്കുക. അപ്പോൾ രണ്ടിന് 16 GB ആണ് ഇൻറ്റേർണലായിട്ട് വരുന്നത്. റാമിന് മാത്രമേ മാറ്റുള്ളൂ. 3 GB 2 GB. അപ്പോൾ നിങ്ങൾക്ക് റാമിൻ്റെ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. ഇനിയും ഞാൻ കുറേ സ്പീഡ് ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു, എക്സാമും കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ സ്ഥിരം വീഡിയോ ഇടുന്നൊരു ചാനലാണ് ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടൻറ്റ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയിടുന്നൊരു ചാനൽ തന്നെയാണ് ഗൈസ് ഇത്. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ നമ്മുടെ ലെനോവേൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 6.0 അതേപോലെ തന്നെ ഓപ്പോൻ്റെ 7.1.1 ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഫേസ് വെച്ച് വീഡിയോ എടുക്കാത്ത ഒന്നും കൊണ്ടല്ല, എൻ്റെ ക്യാമറ വർക്കിംഗ് അല്ല. പിന്നെ ഫയൽ ട്രാൻസിഷൻ ചെറിയൊരു സീൻ ഉണ്ട്, ഫയൽ ട്രാൻസിഷന്. അപ്പോൾ ഞാൻ പുതിയ ഫോൺ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബഡ്ജറ്റില്ല ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട്. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഗൈസ് ഒന്ന് പൈസയൊക്കെ ആയിട്ടൊന്ന് പുതിയ ഫോണൊക്കെ എടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.